വയനാട്, പാലക്കാട് തുടങ്ങിയ പല ജില്ലകളിലും ഇപ്പോൾ മഴ വരുന്നുണ്ട്. പലയിടത്തും കനത്ത വേനൽ മഴ അനുഭവപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട്. വിജയകുമാർ. യെസ്, 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, സംസ്ഥാനത്ത് വേനൽ മഴ കുറച്ച് ദിവസം ഉണ്ടാകുമെന്ന സൂചനയാണോ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്? നിലവിൽ ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് മാത്രമേ വേനൽ മഴ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. നാളെ മുതൽ വീണ്ടും വരണ്ട കാലാവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് നിലവിലെ മുന്നറിയിപ്പ് പറയുന്നത്. എന്തായാലും കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ വേനൽ മഴ ലഭിക്കുന്നുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 115 മില്ലിമീറ്റർ വരെ 24 മണിക്കൂറിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കിഴക്ക് പടിഞ്ഞാറൻ കാറ്റുകളുടെ സംയോജനം ഉണ്ടായ മേഖലയിലെല്ലാം മഴ ലഭിക്കുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ വിദഗ്ധർ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വൈകിട്ടോടുകൂടി മഴ ലഭിച്ച് പല സ്ഥലങ്ങളിലും മഴ ലഭിച്ച് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തീരദേശത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കന്യാകുമാരി തീരത്തെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് വലിയ തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. വിജയകുമാർ. അവിടെ തിരുവനന്തപുരത്ത് നല്ല മഴയാണെങ്കിൽ ആശമാർ അവിടെ സമരം ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും മഴ ഒഴിവാക്കാൻ, മഴ നനയാതിരിക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ഉമേഷ് അവിടെ? തിരുവനന്തപുരത്ത് നിലവിൽ മഴയില്ല. രാവിലെ നേരിയ രീതിയിൽ ചാറ്റൽ മഴയുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ മഴയില്ല. തിരുവനന്തപുരത്ത് ഇപ്പോൾ മറ്റ് അലർട്ടുകളുമില്ല. ഗ്രീൻ അലർട്ടാണ്. അതായത് ഒരുപക്ഷെ മഴ പെയ്താലും അത് വളരെ ചെറിയ ചാറ്റൽ മഴയാകാനാണ് സാധ്യത. ഉമേഷ് ബാലകൃഷ്ണനാണ് മൊത്തം കാലാവസ്ഥ അലർട്ട്. അശ്മി, വയനാട്ടിലെ വേനൽ മഴ കനക്കുന്നു എന്ന വാർത്തയുണ്ട്. നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പം കനത്ത മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടിമിന്നലുണ്ട്. കൽപ്പറ്റ, ബത്തേരി എന്നിവിടങ്ങളിൽ കാര്യമായി മഴ പെയ്യുന്നുവെന്ന് സുർജിത്ത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നു.